രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതിയിൽ അതിജീവിതയുടെ പോസ്റ്റുകൾ പുറത്തുവിട്ട സുഹൃത്ത് ഫെനി നൈനാന്റെ പ്രതിരോധം. രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിക്കാൻ അവസരമൊരുക്കി തരണമെന്ന് ആവശ്യപ്പെട്ട് അതിജീവിത ഫെനി നൈനാൻ അയച്ച വാട്സാപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 2024 ബലാത്സംഗം ചെയ്ത ആളുമായി 2025 ഒക്ടോബറിൽ 3 മണിക്കൂർ ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറയുന്നതിന്റെ യുക്തി മനസ്സിലാകുന്നില്ല എന്ന് ഫെനി ഫേസ്ബുക്കിൽ കുറിക്കുന്നു. CK അഭിലാൽ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാൽ, ഈ പരാതിക്കാരിയുടെ വാട്സാപ്പ് ചാറ്റുകൾ, ഫെനി നൈനാനുമായി ഉണ്ടായിരുന്ന ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിലൂടെ എന്താണ് ഫെനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ലൈംഗിക പീഡനം അല്ലെങ്കിൽ ബലാത്സംഗം ഉണ്ടായിട്ടുണ്ട് എന്ന പരാതിക്കാരിയുടെ അവകാശവാദത്തെ തള്ളിക്കളയുക എന്നുള്ളതാണ് ഈ ചാറ്റുകൾ പുറത്തുവിട്ടുകൊണ്ട് ഫെനി ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങൾ നിയമപരമായി അനുകൂലമാക്കുന്നതിനോടൊപ്പം തന്നെ പൊതു സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പരിഹരിച്ചുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ പോസ്റ്റിനുണ്ട്. 2024 ഏപ്രിൽ മാസം 8-ാം തീയതി തിരുവല്ലയിലെ ഹോട്ടലിൽ വെച്ച് രാഹുലിനാൽ ലൈംഗിക പീഡനത്തിനിരയായി അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പരാതിയുടെയും മൊഴിയുടെയും ഉള്ളടക്കം. എന്നാൽ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന തീയതി പിന്നിട്ടിട്ട് 18 മാസം കൂടി കഴിയുമ്പോൾ, അതായത് ഒക്ടോബർ മാസം 2025 വർഷത്തിൽ ഫെനി നൈനാനുമായി നടത്തിയ വാട്സപ്പ് ചാറ്റിൻ്റെ വിശദാംശങ്ങളാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇപ്രകാരമുള്ളതാണ്: രാഹുലുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കണം എന്നുള്ള കാര്യമാണ് ചാറ്റിലൂടെ പരാതിക്കാരി ആവശ്യപ്പെടുന്നത്. അങ്ങനെ നിരന്തരം ആവശ്യപ്പെട്ട ഘട്ടങ്ങളിൽ ആദ്യഘട്ടത്തിൽ അവഗണിക്കുന്നു. പിന്നീട് പാലക്കാട് ഓഫീസിലെത്തിയാൽ കാണാം എന്നുള്ള നിർദ്ദേശം ഫെനി വെക്കുകയാണ്. എന്നാൽ അത് കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തകരുമായി ഒക്കെ തന്നെ കാണേണ്ട സ്ഥിതി ഉണ്ടാകും. അതിനാൽ ഫ്ളാറ്റിൽ കൂടിക്കാഴ്ച നടത്തിയാലോ എന്നുള്ള അഭിപ്രായം പരാതിക്കാരി തന്നെ പങ്കുവെക്കുന്നു. എന്നാൽ ഫ്ളാറ്റിലേക്ക് എത്തുമ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ അത് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വാഹനത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്താൻ ഒരു ഡ്രൈവ് പോകാമെന്നുള്ള ആശയം അവർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ MLA ബോർഡ് വെച്ച വാഹനം ഒഴിവാക്കാം, താൻ വരുന്ന വാഹനത്തിൽ യാത്ര പോകാം, ഏറ്റവും ചുരുങ്ങിയത് സ്വകാര്യമായി 3 മണിക്കൂർ സമയമെങ്കിലും കാണണം എന്നുള്ളതാണ് പരാതിക്കാരിയുടെ ചാറ്റെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഫെന്നി ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ളത്. ഇത് പരാതിക്കാരിയുടെ ചാറ്റ് തന്നെയാണോ എന്നുള്ളത് പിന്നീട് വിശദമായ പരിശോധനയിൽ സൈബർ സെല്ല് കണ്ടെത്തേണ്ടതും സ്ഥിരീകരിക്കേണ്ടതുമാണ്. എന്തായാലും ഫെനി പങ്കുവച്ചിരിക്കുന്ന വിശദാംശങ്ങൾ ഇപ്രകാരമുള്ളതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ അവകാശവാദം എന്നുള്ളത് 2024 ഏപ്രിൽ മാസത്തിൽ ലൈംഗിക പീഡനത്തിന് ഇരയായ അതേ ആളുമായി വീണ്ടും സ്വകാര്യമായി 3-4 മണിക്കൂർ കാണണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ ലോജിക്ക് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഫെന്നി തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ബലാത്സംഗം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തീർത്തും കപടമായ അവകാശവാദമാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഫെനി നൈനാൻ